ഫ്രിഡ്ജുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് മാങ്ങ പ്രിസർവ് ചെയ്യാൻ നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ച ഒരു രീതിയാണിത്. എണ്ണ മാങ്ങ ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്കിത് വർഷങ്ങളോളം സ്റ്റോർ ചെയ്ത് വയ്ക്കാം. നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഭംഗിയും രുചിയും മണവും എല്ലാം ടൈം കഴിയും തോറും വർദ്ധിക്കുകയുള്ളൂ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ പച്ചമാങ്ങ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 750 ഗ്രാം. അണ്ടി അല്ലെങ്കിൽ അതിൻ്റെ സീഡ് കളഞ്ഞതിന് ശേഷമുള്ള വെയിറ്റാണ് ഈ പറഞ്ഞത്. പുളിയുള്ള മാങ്ങയാണ് സാധാരണ ഈ ഒരു ഡിഷിന് വേണ്ടി എടുക്കാറ്. പക്ഷെ ഒരല്പം മധുരത്തോടു കൂടിയ മാങ്ങയാണെങ്കിൽ ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ. ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും മാങ്ങയുടെ അണ്ടിയിൽ നിന്ന് മാക്സിമം അവിടെ ഇവിടെയൊക്കെ ചുരണ്ടി ഞാൻ എല്ലാ തരത്തിലുള്ള കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. നല്ല ദശയുള്ള എന്നാൽ നാര് കുറഞ്ഞിട്ടുള്ള മാങ്ങയാണ് ഈ പ്രിപ്പറേഷൻ നല്ലത്. നാര് ഉള്ള മാങ്ങയാവുമ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് ചുങ്ങിപ്പോവും, പിന്നെ നമുക്ക് കഴിക്കാൻ ഒന്നും ഉണ്ടാവില്ല. ദശയുള്ള മാങ്ങയാവുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എന്തെങ്കിലും കടിക്കാൻ കിട്ടും. അതുകൊണ്ട് നാര് കുറഞ്ഞ മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കാം. ആദ്യം നമുക്ക് മാങ്ങ വറുത്തെടുക്കാം. അതിനുവേണ്ടി കുഴിവുള്ള ഒരു ചട്ടി, ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും മാങ്ങയൊന്ന് ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് മാങ്ങാ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടാകുന്നത് വരെ മാത്രം ഒരു റെസ്റ്റ് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് വറുത്ത് കോരിയെടുക്കണം. ഞാനിതവിടെ ആദ്യത്തെ ബാച്ച് മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തു. 750 ഗ്രാം മാങ്ങ ഞാൻ 3 ബാച്ചുകളിലായിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ചേർത്തിട്ട് എണ്ണയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണേ. മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ ഇളക്കി ഇത് വറുത്തെടുക്കണം. ഇതേപോലെ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് തോലിൻ്റെ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും, ആ ദശയുടെ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും കേട്ടോ. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ എല്ലാ മാങ്ങാ കഷ്ണങ്ങളും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് അടി കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെയോ ഇരുമ്പിൻ്റെയോ പാത്രമാണ്. ആദ്യം ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ ചുമന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. പണ്ടത്തെ കാലത്തൊന്നും കാശ്മീരി മുളക് പൊടിയുടെ ആക്സസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനും ചേർത്ത് നമ്മുടെ നോർമൽ മുളക് പൊടിയായിരുന്നു ചേർത്തിരുന്നത്. കടുകും ഉലുവയും സമാസമം എടുത്ത് വറുത്ത് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ. ഇത് സാധാരണ എല്ലാവരും എണ്ണ മാങ്ങയ്ക്ക് ചേർക്കാറില്ല, പക്ഷെ എനിക്കൊരു ടേസ്റ്റ് തോന്നിയിട്ട് ഞാൻ ചേർത്ത് തുടങ്ങിയതാണിത്. ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ ഉലുവ മാത്രം പൊടിച്ചത് എക്സ്ട്രാ ആയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് ഒരു ടേസ്റ്റ് അപ്ലിഫ്റ്റർ ആണ്. നമ്മൾ വേറൊന്നുമല്ല, നമ്മുടെ കായത്തിൻ്റെ പൊടി 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. നേരത്തെ നമ്മൾ മാങ്ങ ഉപ്പ് പുരട്ടിയിട്ടാണ് വറുത്തെടുത്തത്. ഇനി മസാലയിലേക്ക് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു കേട്ടോ. ഉപ്പിൻ്റെ അംശം കൂടിയാൽ മാങ്ങയ്ക്ക് നല്ല ഷെൽഫ് ലൈഫ് കിട്ടും, പക്ഷെ നമ്മുടെ ആരോഗ്യം പരിഗണിച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. അടുത്തത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് ഓപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, പക്ഷെ ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുവരെ നമ്മളിത് അടുപ്പത്തേക്ക് കയറ്റിയിട്ടില്ല കേട്ടോ. നമ്മുടെ മസാല പൗഡർ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ ഇളക്കി ചൂടാക്കാൻ പോവാണ്. ഇത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. ഒരു 45 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മസാല കുക്കായിട്ട് കിട്ടും. വറുത്ത് വെച്ച മാങ്ങാ കഷ്ണങ്ങൾ ആഡ് ചെയ്യുന്നതിന് മുന്നേ പൊടി ഒന്ന് സ്മെല്ല് ചെയ്തിട്ടും ടേസ്റ്റ് ചെയ്തിട്ടും അത് കുക്ക്ഡ് ആയി എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഓരോ മാങ്ങാ കഷ്ണങ്ങളിലേക്കും ആ മസാലപ്പൊടി നല്ലതായിട്ട് കോട്ടഡ് ആയി വരുന്നത് പോലെ, പെരണ്ട് വരുന്നത് പോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇതുപോലെ ആയി കിട്ടണം നമുക്ക്. എല്ലാത്തിലും ആ പൊടികൾ പറ്റിപ്പിടിച്ചിട്ടുണ്ട് മാങ്ങാ കഷ്ണങ്ങളിൽ. ഇനി നമ്മൾ നേരത്തെ മാങ്ങ വറുത്ത് വെച്ച ബാക്കി വന്ന ഓയിൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ കഷ്ണങ്ങളും എണ്ണയിൽ ഒരു നനവ് വരുന്നത് പോലെ മിക്സ് ചെയ്യാം.
ഇനി കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയട്ടെ. ഇപ്പോൾ എണ്ണമാങ്ങയുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഇത് സ്റ്റോർ ചെയ്യണം ഒരു 2 വീക്സ് എങ്കിലും നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നതിന് മുന്നേ. അപ്പോഴേക്ക് ഇതിൻ്റെ രുചിയും മണവും നന്നായിട്ട് ഇൻക്രീസ് ആവും, ഇതിൻ്റെ കളറൊന്നും നല്ലതായിട്ട് ഡാർക്ക് ആവും, ഇതൊന്നും നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോഴാണ് കഴിക്കാൻ കൂടുതൽ രുചി വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇത് ഉണ്ടാക്കുന്ന സമയത്തോ ഇത് സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന തവിയിലോ ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് കേടായി പോവും. ഇനി ഇത് നന്നായിട്ട് കൂൾ ഡൗൺ ആയ ശേഷം മാത്രം ഒരു ക്ലീൻ ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക്, എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് നിറച്ചു വയ്ക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ എല്ലാ സമയത്തും മാങ്ങയുടെ അവൈലബിലിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ, കമൻറ്റിൽ ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.